പിറ്റേസ് രാവിലെ പേരറിയാത്ത സ്ഥലത്ത് ട്രെയിനാണ് നിർത്തി. ചുക്കാമണി അടിച്ചു പോകണം. അങ്ങനത്തെ തണുപ്പ്. തണുക്കണ പോലെ ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞ തണുക്കണ പോലെ ജീവിച്ചു. ഇത് കേരള ടീമിന്റെ കുസ്തിക്കാരൻ. ഓനക്കൊരു ഷെയ്ക്കേണ്ട കൊടുത്തു. എന്റെ കജ്ജുവല്ല അരിപ്പൊടിപ്പിച്ചിട്ട് മില്ലിലിട്ട പോലെ അമ്മായി പവറാന്നായി. അങ്ങനെ നമ്മൾ ഡൽഹി നിസാമുദ്ദീൻ സ്റ്റേഷനിൽ ഇതിന്റെ പച്ച കത്ര സൂസ് ആരോടത്തുണ്ടെങ്കിൽ ഇപ്പൊ സൂസില്ലാത്ത ഭാവയാണ് ഞാൻ. കേരള ടീമിനെ ഒരു ഓൾ ദ ബെസ്റ്റ് കൊടുത്ത് നമ്മൾ ചുക്കാമണിയൊക്കെ പൊത്തിങ്ങാണ്ടപ്പം നടക്കുന്നത്. കാരണം അത് പോയി കഴിഞ്ഞാൽ പെണ്ണിട്ട പറ്റൂല. ഇനി വരുമ്പോ ഗോദറേജിന്റെ പൂട്ടകളെ ഷെഡിട്ട് വരും. കാരണം കണ്ണടച്ചോർക്കുന്നതിന് മുമ്പ് ഓലെടുത്തുണ്ടോ. അങ്ങനെ നമ്മൾ നേരെ ലോഡ്ജിക്ക് കുളിച്ചു മാറ്റാൻ കഴിയും. ഇതൊക്കെ ലോഡ്ജിന് കിട്ടിയ സമ്മാനങ്ങളാണ്. എന്നാൽ ഇപ്പൊ ലോഡ്ജിന് എന്തൊക്കെയാണ് സമ്മാനം കിട്ടി. വല്ല കോൽക്കളിക്കോ കുളിച്ചാൻ വേണ്ടി എടുത്ത ഹോട്ടല. പക്ഷെ നമ്മൾ കുളിച്ചില്ലാന്ന് ഓൽക്കറിയില്ലല്ലോ. ഇവര് പിന്നെ റൂം കയറിപ്പോ തൊടുത്ത അസുഖം തൊട കഴിച്ചേക്കലും തുടർന്ന് പിടിച്ചല്ലേ. ഓനത് ഒരുത്തന്നെ പുടിച്ചുകാണ്ടൊക്കെ ബാത്റൂം കഴിച്ചത്. ഇവരെ പോലെയുള്ള നായ്ക്കൾ കിട്ടിയാവും ലോഡ്ജിരിക്കണ കപ്പോ. പോയ പച്ച സൂസ് സർപ്രൈസ് ആയിട്ട് ഈച്ചു കൊടുത്തു. കുളിച്ചു മാറ്റിക്കാണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ ചോറയിച്ചാനേ. റോഡ് ഏതാ അരിച്ചാൽ ഏതാന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് റോഡിന്റെ ഒക്കെ. അമ്മാരി ഇതാണ് ഇവിടുത്തെ വളർന്നു വരുന്ന അതോലോ. ചെക്കന്മാർക്ക് അവിടെ പ്രാവിന്റെ ബിസിനസ് ആണ്. പ്രാവിന്റെ ചുക്കാമണിയൊക്കെ നോക്കിയിട്ട് വില. അവിടെ നമ്മൾ മുറാദാബാദി ബിരിയാണി കഴിക്കാനാ കയറി. ചെക്ക സന്തൃപ്തനല്ലോ. ഓരോ മോരണ്ടറിയാം. ഫുഡൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ വൃത്തിന്റെ കാര്യമല്ലേ തിന്നാൻ തോന്നൂല. അജ്ജകട സ്ഥലം കണ്ടപ്പോൾ തിന്നാ അവിടെ തന്നെ കൊട്ടിക്കളി. ബാക്കി നാളെ